ബീഹാറിലെ ജനസംഖ്യയുടെ 18% മുസ്ലിങ്ങളാണ്. 80ഓളം മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ട് നിർണായകവുമാണ്. പരമ്പരാഗതമായി RJD, കോൺഗ്രസ് പാർട്ടികളെയാണ് ബീഹാറിലെ ഭൂരിഭാഗം മുസ്ലിങ്ങളും പിന്തുണയ്ക്കുന്നത്. എന്നാൽ ഇത്തവണ മുസ്ലിം വോട്ട് ബാങ്കിൽ ഭിന്നത ഉണ്ടാകുമോ എന്ന ആശങ്ക പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട്. ബീഹാറിൽ നിന്ന് ബി ബാലഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ മുസ്ലിം വോട്ട് ബാങ്കിൽ വിള്ളൽ വീണിരുന്നു. പരമ്പരാഗതമായി RJD, കോൺഗ്രസ് പാർട്ടികൾക്ക് ലഭിച്ചിരുന്ന മുസ്ലിം വോട്ടിൽ ഒരു ഭാഗം അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി കൊണ്ടുപോയിരുന്നു. ഒരേ മണ്ഡലത്തിൽ തന്നെ ഒന്നിലധികം മുസ്ലിം സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നതും ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിക്കാൻ കാരണമായി. ഇത് ഗുണം ചെയ്തത് NDA സ്ഥാനാർത്ഥികൾക്കാണ്. ഇത്തവണയും ഇത് ആവർത്തിക്കുമോ എന്ന ആശങ്ക RJD, കോൺഗ്രസ് സഖ്യത്തിനുണ്ട്. പല മണ്ഡലങ്ങളിലും ആരെ പിന്തുണയ്ക്കണമെന്ന് മുസ്ലിങ്ങൾ ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല. इसमें बहुत सारी पार्टियां हैं जिसकी वजह से आदमी अभी थोड़ा कंफ्यूज है। उस कंफ्यूज को दूर करने के लिए हम लोग एक अपने में बात करके और बात करने के बाद तभी हम लोग क्या करना है नहीं करना है इसका फैसला बाद में होगा. ഒവൈസിയുടെയും പ്രശാന്ത് കിഷോറിന്റെയും പാർട്ടികൾ മുസ്ലിം വോട്ട് ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി നടത്തുന്നുണ്ട്. അതിപിന്നാക്ക മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ചിലരുടെ പിന്തുണ നിതീഷ് കുമാറിനാണ്. BJP ഒഴികെ മറ്റാരെയും ബീഹാറിലെ മുസ്ലിങ്ങൾ പിന്തുണച്ചേക്കാം. कांग्रेस को जाएगा सर, यहाँ से इस क्षेत्र से कांग्रेस ही है और RJD का है कैंडिडेट, भाजपा का ही जीतता है यहाँ से. वैसे हम लोग उसके खिलाफ ही हैं, हम लोग का वोट जाएगा कांग्रेस को. ജനസംഖ്യാ കണക്കിൽ തങ്ങളെക്കാളും പിന്നിലുള്ള പല വിഭാഗങ്ങൾക്കും ലഭിക്കുന്ന പരിഗണന കിട്ടുന്നില്ലെന്ന പരാതി ബീഹാറിലെ മുസ്ലിങ്ങൾക്കുണ്ട്. हम लोग 18% है, कोई 2% है तो उसके बारे में लोग जो है आगे बढ़ा देते हैं और जो 18% है उसको जो है गौन कर देते हैं. तो ये तो बात सही नहीं है. ഈ പരാതികൾ നിലനിൽക്കുമ്പോഴും ഒരു കാര്യം ഉറപ്പാണ്, ബീഹാറിലെ മുസ്ലിം വോട്ട് കണക്കിലെടുക്കാതെ ജയപരാജയങ്ങൾ സംബന്ധിച്ച ഒരു വിലയിരുത്തലും പൂർണ്ണമാകില്ല. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കാണ് മുസ്ലിം വോട്ടിനുള്ളത്. അതുകൊണ്ടാണ് ബീഹാറിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുസ്ലിം വോട്ട് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. പട്നയിൽ നിന്നും ജഗദീഷ് കൃഷ്ണനൊപ്പം ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.